ഇന്നത്തെ സ്പെഷ്യലേ സൈഡൊക്കെ നല്ല മുരുമുരാന്നുള്ള നിറയെ കുഴികളുള്ള പാലപ്പമാണേ. എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയത്? ഇത് പച്ചരിയല്ല കേട്ടോ, മാവരിയാണേ. പച്ചരിയുടെ കൂട്ടല്ല, കുറച്ചുകൂടെ ഉരുണ്ട അരിയാണേ. അത് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറും 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തു. അരി അരയ്ക്കാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുത്തു. ജാറിൽ ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ മാവിൻ്റെ കൂടെ. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഓവർനൈറ്റ് വെച്ചിരുന്ന് രാവിലെ എടുത്തതാണ് ഇത്. ഞാനൊരു രാത്രി ഒരു 8 മണിക്കാണ് അരച്ച് വെച്ചത്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ നിറയെ കുമിളകളൊക്കെ ആയിട്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, ആ ഉപ്പൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അപ്പച്ചട്ടി ചൂടായതിലോട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചെടുക്കാം. ഫുള്ള് ബബിൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റ് സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നിറയെ കുഴികളൊക്കെയുള്ള അപ്പം റെഡി.